എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു അടിപൊളി ഹോട്ട് ആൻഡ് സവർ ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 4 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള കൂടി ചേർക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്. 4 വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചിയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഒരു ബേ ലീഫും 10 കുരുമുളകുമാണ് ചേർക്കാനുള്ളത്. പിന്നെ ഇതിലേക്ക് ഏകദേശം ഒരു 100 ഗ്രാമിനടുത്ത് ചിക്കൻ കഷ്ണങ്ങൾ ചേർക്കുന്നുണ്ട്. എല്ലില്ലാത്ത 4 ചിക്കൻ കഷ്ണങ്ങളാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ചിക്കൻ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടച്ചു വെച്ചിട്ടാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഇടയ്ക്ക് ഞാനിതൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ പോവുകയാണ്. ചിക്കൻ നല്ലതുപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ കുറച്ചുകൂടി ചിക്കൻ ഒന്ന് വെന്ത് വരാനുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഞാനിത് വീണ്ടും മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ സ്റ്റോക്ക് ആവശ്യമുണ്ട്. അതുപോലെ ഈ 4 ചിക്കൻ കഷ്ണങ്ങളാണല്ലോ ഇതിലേക്ക് ചേർത്തത്. ബാക്കി ഇതിൽ ചേർത്തിട്ടുള്ള സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ കുരുമുളകും ഒന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റാം. ഈ 4 ചിക്കൻ കഷ്ണങ്ങളും കൈകൊണ്ടോ കത്തി ഉപയോഗിച്ചിട്ടോ ഇതുപോലെ ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കണം. ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ഇഞ്ചിയുമാണ് ചേർക്കുന്നത്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സൺഫ്ലവർ ഓയിലിന് പകരം ഒലിവ് ഓയിൽ ചേർത്താലും മതി. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ ചേർക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷനാണ് ചേർത്തിട്ടുള്ളത്. ഇതൊന്ന് വഴറ്റിയെടുത്ത ശേഷം 1/4 കപ്പ് ക്യാരറ്റാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഈ വെജിറ്റബിൾ ഒന്നും ഒരുപാടങ്ങ് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ക്യാബേജാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇതുപോലെ കനം കുറച്ചിട്ട് വേണം ക്യാബേജ് അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഈ ക്യാരറ്റും ക്യാബേജും ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ സ്റ്റോക്ക് ചേർത്ത ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇതുപോലെ നാര് പോലെ വേണം ഇതൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ സൂപ്പാണിത്. അപ്പോൾ ഇത്തവണ ക്രിസ്മസിന് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കാനായിട്ട് മറക്കരുത്. 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തത്. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസും 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസും ടൊമാറ്റോ സോസുമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയുടെയൊക്കെ അളവ് മാറ്റം വരുത്താം. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 4 മിനിറ്റോളം ഞാനിതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഗ്രീൻ പോർഷനാണ് ഞാൻ ചേർക്കുന്നത്. അവസാനം ഗാർണിഷ് ചെയ്യുന്ന സമയത്തും കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ മിക്സാണ് ചേർക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൽ 3 ടേബിൾ സ്പൂൺ വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതാണ് ഇപ്പോൾ ചേർത്തത്. ഈ കോൺഫ്ലവർ മിക്സ് ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷമാണ് ഇതിലേക്ക് മുട്ടയുടെ വെള്ളയൊക്കെ ചേർക്കുന്നത്. ഞാനിപ്പോൾ ഒരു മുട്ടയുടെ വെള്ള നല്ലതുപോലെ ബീറ്റ് ചെയ്തതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അല്പാൽപ്പം വീതം ഇത് ഒഴിച്ചിട്ട് അതിനോടൊപ്പം തന്നെ ഇത് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ മുട്ടയുടെ വെള്ളം എല്ലാം ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചിക്കൻ സൂപ്പ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്